Greetings and welcome back to Brown Girl. Happy 2025. May all your wishes come true in 2025. അപ്പോൾ ഇന്ന് നമുക്ക് ബാംഗ്ലൂരിലെ 3 തെരുവുകളിലൂടെ ഒന്നിച്ച് നടക്കാം. വരൂ. നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇൻഫൻട്രി റോഡാണ്. ദ സഫീന പ്ലാസ. ന്യൂ ഇയറിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന സ്ട്രീറ്റുകളാണ്. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. ന്യൂ ഇയർ ഡെക്കറേഷൻസും ഫ്രൂട്ട്സും തുടങ്ങിയ ഒത്തിരി ഐറ്റംസ് ഈ സ്ട്രീറ്റുകളിൽ നമ്മൾക്കിങ്ങനെ പലയിടത്തായിട്ട് കാണാം. ഇത് സഫീന പ്ലാസ. ഒത്തിരി ബ്രാൻഡഡ് ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ഒരു ഷോറൂമാണ് കേട്ടോ സഫീന പ്ലാസ എന്ന് പറയുന്നത്. അതിന്റെ തൊട്ടടുത്താണ് നമ്മളുടെ ശ്രീ കൃഷ്ണ ഷെട്ടി ആൻഡ് സൺസിന്റെ ജ്വല്ലറി. അത് നല്ല ക്വാളിറ്റിയുള്ള ജ്വല്ലറിയാണ് കേട്ടോ. പേര് കേട്ട് ബ്രാൻഡഡ് ഷോപ്പാണത്. അവരുടെ ആയിരുന്നു ഈ സ്ട്രീറ്റിലെ ഡെക്കറേഷൻസ് മുഴുവൻ. ഇൻഫൻട്രി റോഡിലെ ഡെക്കറേഷൻസ് കേട്ടോ. നമ്മളിപ്പോൾ ഇൻഫൻട്രി റോഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതാണ് കൃഷ്ണ ഷെട്ടീസ്. നല്ല ഭംഗിയായിരുന്നു അവരുടെ ഡെക്കറേഷൻസ് കാണാനായിട്ട്. കളർഫുൾ ട്രീ ഉണ്ടായിരുന്നു. ഒരു സൈഡിൽ വെറും റെഡ് മാത്രമായിട്ട്. നമ്മൾക്ക് ഇനി പതിയെ ഇവിടുന്ന് കൊമേഴ്ഷ്യലിലേക്ക് നടക്കാം. കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് ആണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. വരൂ. അപ്പൊ ഇതാണ് നമ്മളുടെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ്. അവിടെ ഇവിടെയൊക്കെ കണ്ടത് നമ്മൾ ഏതാണ്ട് ഡെക്കറേഷൻസ് ഒരുപോലെയാണ് കേട്ടോ. നമ്മളേതായാലും കടകളുടെ അകത്തേക്ക് കയറി കാണിക്കുന്നില്ല. സ്ട്രീറ്റുകളിലെ ഡെക്കറേഷൻസ് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ കേട്ടോ. നമുക്ക് ന്യൂ ഇയർ ടൈമിലൊക്കെ ഒന്നും ഇങ്ങോട്ട് വരാൻ പറ്റില്ല. എല്ലായിടത്തും തിരക്കായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ദിവസം മുന്നേ വന്നിട്ട് ഷോപ്പിംഗ് ഒക്കെ നടത്തിയതാണ് ഇവിടെ. എന്തായാലും ഞാൻ നിങ്ങളെ ഷോപ്പിങ്ങിന് കൊണ്ടുപോകുന്നില്ല. സ്ട്രീറ്റ് മാത്രം നമ്മൾക്ക് കണ്ടുപോവാം. കൃഷ്ണ ഷെട്ടിയുടെ ഇനിയൊരു ബ്രാഞ്ച് ഇവിടെയുണ്ട്, കൊമേഴ്ഷ്യലിലും ഉണ്ട്. അതാണ് ഈ കാണുന്നത്. ഇതാ നോക്ക്, ഇത് ബണ്ണി റാബിറ്റ് ആണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഇയറിന്റെ ആയതുകൊണ്ട് തന്നെ പലയിടത്തും നല്ല സെയിൽസ് ഉണ്ടായിരുന്നു കേട്ടോ. റിഡക്ഷൻ സെയിൽസ് 50%, 25% എന്നൊക്കെ പറഞ്ഞു നല്ല സെയിൽസ് ഒക്കെ ഉണ്ടായിരുന്നു. റോഡിൽ മൊത്തം ബണ്ണി റാബിറ്റ്സും സാന്താസും ഒക്കെ നടപ്പുണ്ടായിരുന്നു. അതാ അങ്ങനെ നമ്മൾക്ക് ഇനി ഇവിടുന്ന് കൊമേഴ്ഷ്യലി നൂണ് കഴിച്ചിട്ട് പതിയെ ബ്രിഗേഡ് റോഡിലേക്ക് പോവാം. അപ്പോൾ നമ്മളുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ബ്രിഗേഡ് റോഡാണ്. യെസ്, ദിസ് ഈസ് ബ്രിഗേഡ് റോഡ്. ഇവിടെയും ഡെക്കറേഷൻസ് അവിടെ കണ്ടതുപോലെ തന്നെ കുറച്ച് സിമിലർ ആയിരുന്നു. പക്ഷെ എന്നാലും ചെറിയ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ആ മെയിൻ ലൈറ്റ്സ് കൊടുത്തിട്ടില്ലേ, ആ മാംഗോ ഷേപ്പില് എസ് ഷേപ്പിലൊക്കെ വരുന്ന അതിലൊക്കെ മാത്രം ഡിഫറൻസ് ഉണ്ടായിരുന്നുള്ളൂ. എല്ലായിടത്തും ഏതാണ്ട് ഒരുപോലത്തെ ആയിരുന്നു. നമുക്ക് കാറുകൾ പോയിട്ട് അവിടെ നടക്കാനൊന്നും നമുക്ക് സ്ഥലമില്ല. ഈ സ്ട്രീറ്റ് മൊത്തം ഹൈലി എക്സ്പെൻസീവ് ഐറ്റംസ് ആണ്. ബട്ട് നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് ആണ് കേട്ടോ കിട്ടുന്നത്. പിന്നെ ഇവിടെ കൂടുതലും ബ്രാൻഡഡ് ഷോപ്പിംഗ്സും പിന്നെ പബ്സ് ആൻഡ് ബാർസും അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് ഇവിടെ. ന്യൂ ഇയറിനൊക്കെ ഇതൊന്നും ആയിരിക്കത്തില്ല കേട്ടോ. ഇവിടെ തിരക്ക് നല്ല തിരക്കായിരിക്കും. നമ്മളിപ്പോൾ ഒരു രാത്രിയാണ്, ലൈറ്റ് കാണാനുള്ളതുകൊണ്ട് രാത്രിയാണ് ഇങ്ങോട്ടൊക്കെ ഇറങ്ങിയത്. അകത്തോട്ടൊക്കെ ഉണ്ട്, നല്ല ഡെക്കറേഷൻസ് ഉണ്ട്. നമ്മൾ വെറും സ്ട്രീറ്റ് മാത്രം, മെയിൻ സ്ട്രീറ്റ് മാത്രം ഇങ്ങനെ നടന്നു പോവുകയാണ്. ഏതോ പബ്ബില് ഗാനമേള നടക്കുന്നുണ്ട്. ആ പാട്ടാണ് കേട്ടോ ഇവിടെ കേൾക്കുന്നത്. കോർപ്പറേറ്റ് വരുമെന്ന് അറിയില്ലായിരുന്നു നിങ്ങൾക്കൊന്ന് കേൾക്കാൻ. നല്ലൊരു ഡെക്കറേഷൻ ഇവിടെ ഉണ്ടായിരുന്നു. നമ്മൾ അവിടെ ചെന്ന് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു കേട്ടോ. ഞാൻ ചുമ്മാ കുറച്ച് സ്ഥലങ്ങളൊന്നും പെട്ടെന്ന് ഇങ്ങനെ കാണിച്ചു തന്നുള്ളൂ. സ്ട്രീറ്റ് മുഴുവൻ നിങ്ങൾക്ക് നടന്നാൽ ബോറാവുമല്ലോ. ഇതൊരു കോംപ്ലക്സിനകത്ത് വെച്ചിരിക്കുന്ന ഡെക്കറേഷനാണ് കേട്ടോ. ഇങ്ങനെ നമ്മൾ മതിയാക്കി തിരിച്ചു പോവുകയാണ്. കാരണം രാത്രിയായി. ഇതാ ഇവിടെ സിംഫണിയുടെ അവിടെയൊക്കെ ലൈറ്റ്സ് ഒക്കെ അവർ ഓഫ് ചെയ്തു. നമ്മളുടെ വീടെത്തി. അങ്ങനെ നമ്മൾ തിരിച്ച് ഇന്നത്തെ യാത്ര കഴിഞ്ഞു.
തെരുവിലൂടെയുള്ള നടത്തം കഴിഞ്ഞു. ഇതാ നമ്മൾ വണ്ടിക്ക് നമ്മളുടെ വീടെത്താറായി. അപ്പോൾ സി ഓൾ, എല്ലാവർക്കും വൺസ് അഗെയിൻ നല്ലൊരു വർഷം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Thanks for watching. See you all soon. Till then, bye bye.